ഇപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഓൺ സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസസ് ആണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത്. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ നമ്പർ 7, ദാറ്റ് ഈസ് ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് ഇപ്പോൾ നമ്മുടെ സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ പലതും വരുന്നുണ്ട്. ദാറ്റ് ഈസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വരും, ആൻസിലറി യൂണിറ്റ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വേറെ വരുന്ന എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, ചൈനീസ് സെക്ടർ യൂണിറ്റ്സ്, ഇതെല്ലാം നമ്മളുടെ സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസ്, ചെറിയ ചെറിയ ബിസിനസ് എൻ്റർപ്രൈസുകൾ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ദോസ് industries in which the process of manufacturing, production and services are done on a small scale. സ്മോൾ സ്കെയിൽ എന്ന ടേം ഉണ്ട്. അപ്പോൾ ലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് ഒക്കെ ഹൈ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷനും സർവീസിങ്ങും ഒക്കെ എപ്പോഴും സ്മോൾ സ്കെയിലായിരിക്കും, ചെറിയ ക്വാണ്ടിറ്റീസിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്, നമ്മുടെ ഇന്ത്യ തന്നെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് സ്കെയിൽ യൂണിറ്റ്സ് ആയിട്ടൊന്നും തുടങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. വി ഡോണ്ട് ഹാവ് ഇനഫ് മണി ഓർ ഇനഫ് ക്യാപിറ്റൽ ടു ഡു സോ, ബട്ട് വി ഹാവ് ലേബർ ഇൻറ്റൻസീവ്. നമ്മൾ നല്ലപോലെ ലേബർ ഇൻറ്റൻസീവാണ് എന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം എംപ്ലോയീസ് ഉണ്ട്, വർക്കർ ലെവൽ നമുക്ക് കൂടുതലാണ്, വർക്കേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് തന്നെ ഗവൺമെൻറ് പല രീതിയിലുള്ള സബ്സിഡിയും അസിസ്റ്റൻസും അതുപോലെ കൺസെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രിയൽ എക്കണോമി തന്നെ വളരാൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കാരണമാകുന്നതും. സോ ദീസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓർ SSIs ആർ ഓൾസോ നോൺ ആസ് ദ ലൈഫ് ലൈൻ ഇൻ our economy because it is very important for a country like India. നമ്മുടെ ഇന്ത്യ പോലുള്ള കൺട്രിയുടെ അതൊരു ലൈഫ് ലൈനാണ് അല്ലേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ആൻഡ് ബീയിങ് എ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി, ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. എംപ്ലോയി ഇൻറ്റൻസീവ് ആണ് അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. കൂടുതലും മെഷീൻസ് ആയിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലേബർ ഇൻറ്റൻസീവ്, അതുപോലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, മെഷീൻ ഇൻറ്റൻസീവ് എന്നൊക്കെ പറയാം, മെഷീനറി ഇൻറ്റൻസീവ്. ലേബർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേബേഴ്സാണ് അവിടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ ആവശ്യം കൂടുതലുള്ളത്. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ആയിരിക്കും അവിടെ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ കൂടുതൽ വേണം. ഇപ്പോൾ ഒരു ടെക്നോളജി ബേസ്ഡ് ഇൻഡസ്ട്രി ആണ്, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കും. പിന്നെ മെഷീൻ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി ഉണ്ട്, അതിൽ ആൾക്കാരെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന മെഷീൻസ് ആയിരിക്കും കൂടുതൽ. ഈ പ്രൊഡക്ഷൻ, ഇപ്പോൾ കാറിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ എങ്ങനെയാണ്, കൂടുതൽ ആൾക്കാരല്ല, മെഷീൻസാണ് ഓരോന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മൂന്നിനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിറയെ ലേബറും ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കൂടുതൽ ഹെൽപ്ഫുള്ളും ആണ്. And as per the Abid Hussain Committee, the investment limit on the plant and machinery has been raised from 60 lakhs to 3 crores. പണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്ന 60 lakhs ആണ്. പക്ഷേ അബിഡ് ഹുസൈൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നതാണ്. ബൈ മാർച്ച് 1997, ഈ ഒരു കമ്മിറ്റി വന്ന മാർച്ച് 1997 they have recommended that we want to raise the limit of the plant and machinery. The capital investment on the plant and machinery should be increased to 3 crores from 60 lakhs. So this is about the small scale industry. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണ്, ഇപ്പം സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസിൽ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്തുകൊണ്ട് ഇന്ത്യയിൽ കൂടുതൽ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ വാട്ട് ആർ ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ഗിവൻ ബൈ ദ അബിഡ് ഹുസൈൻ കമ്മിറ്റി, ഇതെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് വേറൊരു സ്മോൾ ബിസിനസ് യൂണിറ്റ് ആണ്, എന്താണ്, ആൻസിലറി യൂണിറ്റ്സ്. നമ്മൾ കേൾക്കാറുണ്ട് ആൻസിലറി പാർട്സ് എന്നൊക്കെ കേൾക്കും. ആൻസിലറി പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന് വേണ്ടിയിട്ടുള്ളതായി വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട്, വേറൊരു പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് വരുന്ന ഒരു ഐറ്റത്തിനെ നമ്മൾ ആൻസിലറി യൂണിറ്റ് എന്ന് പറയാം. സോ ദോസ് ഇൻഡസ്ട്രീസ് വിച്ച് ആർ പ്രൊഡ്യൂസിങ് ദ ഇൻപുട്സ് ഫോർ അതർ ഇൻഡസ്ട്രി, വേറെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി, അതിനെ നമ്മൾ ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയും. സോ ദീസ് എൻഗേജ് ഇൻ ദ മാനുഫാക്ചർ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് പാർട്സ്, components, sub-assemblies, tooling or intermediaries, or the rendering of services and undertaking supplies or renders or proposal to supply or render not less than 50% of its production or services. നമ്മുടെ സർവീസസിൻ്റെയോ അതുപോലെ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു 50% പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, മാരുതിയുടെ ഒരു കാർ മാനുഫാക്ചറിങ് സെക്ടർ. ഇൻ ദാറ്റ് place or in that site we won't be manufacturing every single unit of the car. കാറിൻ്റെ ഓരോരോ പാർട്ട് ഉണ്ടാക്കുന്ന മാരുതിയാണോ, അല്ല, ഇത് പലയിടത്തുനിന്ന് കളക്ട് ചെയ്ത് അസംബിൾ ചെയ്യുന്നതായിരിക്കും മെയിൻലി
ആ ഒരു യൂണിറ്റിൽ ചെയ്യുന്നത്, മാരുതിയുടെ മെയിൻ യൂണിറ്റ് ചെയ്യുന്നത്. അവർ ജസ്റ്റ് അസംബ്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പാർട്സ് മാത്രമേ എക്സ്ട്രാ അവരുടെ തന്നെ ഉണ്ടാവുള്ളൂ. അത് ഓൾ പാർട്സ് ആർ സബ് അസംബ്ലീസ് ആർ കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് അതർ പാർട്സ് ആർ അസംബിൾ ടുഗെദർ ഇൻ ദിസ് യൂണിറ്റ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുക, അപ്പോൾ അവരുണ്ടാക്കുക. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുക. സോ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പ്ലാന്റ് ആൻഡ് മെഷീനറീസ് ക്യാൻ ഗോ അപ് ടു 75 lakhs. അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത് ഓൾമോസ്റ്റ് 75 lakhs ആണ്. ഇതൊരു ടൈപ്പ്. ഇനിയുള്ള ഒന്നാണ് ടൈനി സെക്ടർ യൂണിറ്റ്. ടൈനി എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ ചെറിയ പോപ്പുലേഷനുള്ള സ്ഥലം, ഒരു 50,000 ഒക്കെ പോപ്പുലേഷനുള്ള സ്ഥലത്ത് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന SSI യൂണിറ്റ്സുകളെ, സ്മോൾ സ്കെയിൽ യൂണിറ്റ്സുകളെയാണ് നമ്മൾ ടൈനി സെക്ടർ യൂണിറ്റ്സ് എന്ന് പറയുക. അപ്പോൾ കൂടുതൽ എവിടെയായിരിക്കും? റൂറൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസിലായിരിക്കും അവർ കാണപ്പെടുന്നത്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 25 lakhs. ആൻസിലറി യൂണിറ്റ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 75 lakhs പറഞ്ഞപ്പോൾ ഇവിടെ ജസ്റ്റ് 25 lakhs നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് ദീസ് വിൽ റെൻഡർ ഇൻഡസ്ട്രിയൽ സർവീസസ് ഓൾസോ. ചിലപ്പോൾ ഇവർ ഇൻഡസ്ട്രിയൽ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ അർബൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ആവാം. എന്താണെങ്കിലും പോപ്പുലേഷൻ ഒരു 50,000-നെക്കാളും കുറവും, അതുപോലെ ബാക്ക്വേർഡ് ആൻഡ് റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന SSI യൂണിറ്റ്സിനെ നമ്മൾ ടൈനി സെക്ടർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളൊരു കാറ്റഗറിയാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്. അപ്പോൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്പോർട്ടിന് വേണ്ടിയിട്ടായിട്ടുള്ള യൂണിറ്റ്. സോ ദേ അണ്ടർടേക്ക് ടു എക്സ്പോർട്ട് 30% ഓഫ് ആനുവൽ പ്രൊഡക്ഷൻ ബൈ ദ 3rd year ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഒരു യൂണിറ്റ് അവർ പ്രൊഡക്ഷൻ തുടങ്ങി 3 വർഷം ആകുമ്പോൾ തന്നെ അവർ 30% അവർ എക്സ്പോർട്ട് ചെയ്യാണ്. അവരുണ്ടാക്കുന്ന പ്രൊഡക്ഷനിലെ 30% അവർ ഫോറിൻ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ദേ ആർ സെഡ് ടു ബി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ്റെ മാക്സിമം അവർ പറയുന്നത് 30% എക്സ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഇസ് ദെയർ പർപ്പസ്. എക്സ്പോർട്ടിനാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകളെ നമ്മൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് പറയും. അവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വേണം. ക്യാൻ ഗോ അപ് ടു 3 crores വരെ അതിൻ്റെ യൂണിറ്റ് പോകുക, അല്ലെങ്കിൽ എക്സ്പോർട്ടിൻ്റെ പൈസ പോകാം. എക്സ്പോ യൂണിറ്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം 3 ടൈപ്പ് പറഞ്ഞു: സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ആൻസിലറി യൂണിറ്റ്സ്, ടൈനി യൂണിറ്റ്സ് ആൻഡ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. ഇനി നമ്മൾ SSI യൂണിറ്റ്സിനെ ടോട്ടലി ക്ലാസിഫൈ ചെയ്യാൻ പോവുക. 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ദേ ആർ സ്മോൾ ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏതിൻ്റെ ഇൻഡസ്ട്രി നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയും. അതിൽ തന്നെ ആൻസിലറി യൂണിറ്റ്സ് പറഞ്ഞു, ടൈനി സെക്ടർ യൂണിറ്റ്സും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സും പറഞ്ഞു. ഇനിയുള്ള മേജർ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ഫസ്റ്റ് ടൈപ്പ് ഇസ് മാനുഫാക്ചറർ, ദെൻ feeder industry, servicing industry, ancillary industry and mining or quarrying industry. Okay, so in which the manufacturing industry, അപ്പോൾ മാനുഫാക്ചറിങ് എന്തായിരിക്കും? ഡയറക്റ്റ് കൺസപ്ഷന് വേണ്ടിയിട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള മാനുഫാക്ചർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്. ഇപ്പോൾ ഒരു ഷുഗർ ഇൻഡസ്ട്രി, ബ്രെഡ് ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. ചെറുതാണ്, അവരുടെ യൂണിറ്റ് കുഞ്ഞാണെങ്കിൽ, സ്മോൾ സ്കെയിലാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. ദെൻ ഫീഡർ ഇൻഡസ്ട്രി. ഫീഡർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ they are specialized in certain type of products and services like electroplating, casting, welding മാത്രം ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവാം. അങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സർവീസസ് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരെ നമ്മൾ ഫീഡർ ഇൻഡസ്ട്രീസ് എന്ന് പറയും. ദെൻ സർവീസിങ് ഇൻഡസ്ട്രി. സോ ദീസ് ഇൻക്ലൂഡ് ദ ലൈറ്റ് റിപ്പയർ ഷോപ്സ്. ചെറിയ റിപ്പയർ ഷോപ്സ് ഒക്കെ ഉണ്ടാവില്ലേ, കാർ റിപ്പയർ ഷോപ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻസിനെ റിപ്പയർ ഷോപ്സ്, അങ്ങനെയുള്ള സർവീസിങ് ഇൻഡസ്ട്രി. ദെൻ ആൻസിലറി ഇൻഡസ്ട്രീസ്. ആൻസിലറി നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ? സബ് അസംബ്ലീസ് അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്, വേറൊരു ഇൻഡസ്ട്രിയുടെ ഇൻപുട്സിനെ മാനുഫാക്ചർ ചെയ്യുന്നവരെ നമ്മൾ ആൻസിലറി ഇൻഡസ്ട്രി എന്ന് പറയും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മൈനിങ് ഓർ ക്വാറിയിങ് ഇൻഡസ്ട്രി. സോ ദേ വിൽ ബി എൻഗേജ് ഇൻ മൈനിങ് ആക്ടിവിറ്റി. കോളോ അല്ലെങ്കിൽ പെട്രോളോ അല്ലെങ്കിൽ ഗോൾഡോ എന്തെങ്കിലും മിനറൽസ് ഒക്കെ മൈൻ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാകും. ക്വാറി ചെയ്ത് എടുക്കുന്ന, ക്വാറീസിൽ നിന്നൊക്കെ മൈൻ ചെയ്തെടുക്കുന്ന ഇൻഡസ്ട്രി, അവരെ നമുക്ക് മൈനിങ് ഓർ ക്വാറിയിങ് ഇൻഡസ്ട്രി എന്ന് പറയാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി: മാനുഫാക്ചറിങ്, ഫീഡർ, സർവീസിങ്, ആൻസിലറി ആൻഡ് മൈനിങ് ഓർ ക്വാറിയിങ് ഇൻഡസ്ട്രി. വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടെയുണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക്, ദാറ്റ് ഈസ് അർബൻ ബേസ്ഡ് മോഡേൺ സ്മോൾ ഇൻഡസ്ട്രി. അർബൻ ഏരിയാസിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. ദെൻ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ സെമി അർബൻ ഏരിയാസിലേക്കുള്ള അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചർ ഇൻപുട്സ് ആയിരിക്കും അവിടെ റോ മെറ്റീരിയൽസ്. ഇപ്പോൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ജാം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ജെല്ലി, പനീർ, ഇതൊക്കെ ഉണ്ടാക്കുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ചെയ്യുന്നതാണ് അല്ലേ. അല്ലെങ്കിൽ പൊടികളൊക്കെ ഉണ്ടാക്കും, വീറ്റിൻ്റെ പൗഡർ, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസൊക്കെ അതിനെ നമ്മൾ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയും. ആൻഡ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ സെമി അർബൻ ഏരിയാസ്.
പിന്നെ റൂറൽ ആർട്ടിസൻസ് എന്ന് പറയുന്നത് കാർപ്പൻറ്റേഴ്സും അതുപോലെ ബ്ലാക്ക് സ്മിത്തും വീവേഴ്സും ഒക്കെ ഉണ്ടാകുന്ന ചില യൂണിറ്റുകളുണ്ടാവും. കാർപ്പൻറ്റേഴ്സിനെ വെച്ച് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രി ആണെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ നിറയെ കാർപ്പൻറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ ഗോൾഡിൻ്റെ എന്തെങ്കിലും ഏരിയ അപ്പോൾ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവും. അതുപോലെ ടൈലർ ക്ലോത്ത്സിൻ്റെ ആണെങ്കിൽ വീവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ റൂറൽ ആർട്ടിസൻസ് ഉള്ള സ്ഥലങ്ങൾ റൂറൽ ആർട്ടിസൻസ് എന്ന് പറയും. നെക്സ്റ്റ് റൂറൽ ഹാൻഡിക്രാഫ്റ്റ്സ്, അതുപോലെ ട്രഡീഷണൽ സ്കിൽസ് ഉപയോഗിച്ചിട്ട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രി പോലെ വള്ളത്തിൻ്റെയൊക്കെ മോഡൽ ഉണ്ടാക്കുന്നതുണ്ടാവാം. പിന്നെ എന്തെങ്കിലും വാൽ കണ്ണാടികളൊക്കെ, ആറന്മുള കണ്ണാടി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ മോഡേൺ ടെക്നോളജിയുടെ ഉപയോഗം ഇല്ലാതെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കിൽസൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രൊഡക്ട്സ്, അങ്ങനെയുള്ള വിൽക്കുന്ന യൂണിറ്റുകളുണ്ടാവും, അതുണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അതിനെ നമ്മൾ റൂറൽ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറയും. ഇതും ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ്. വളരെ അർബൻ ബേസ്ഡ് മോഡേൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ സെമി അർബൻ ഏരിയാസ്, ദെൻ റൂറൽ ആർട്ടിസൻസ് ആൻഡ് റൂറൽ ഹാൻഡിക്രാഫ്റ്റ്സ്. ദിസ് ഇസ് അനദർ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ 2 ടൈപ്പ് എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതിൻ്റെ പല രീതികളുള്ള പറഞ്ഞു. ആൻസിലറി യൂണിറ്റ്സ്, ചൈനീസ് സെക്ടർ യൂണിറ്റ്സ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. പിന്നെ 2 ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്: മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, ഫീഡർ ഇൻഡസ്ട്രി, സർവീസിംഗ് ഇൻഡസ്ട്രി ആൻഡ് ancillary industry. And another classification is given here: the urban based modern small scale industry, agro based industries in semi urban areas, rural artisans and rural handicrafts. Okay, next one is the characteristics of small scale industry. ഇനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം, എന്താ? ഇതിന് വളരെ സ്മോൾ സ്കെയിലായിട്ടേ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു പ്രോവേർബ് ഇവിടെ മെൻഷൻഡ് ആയിട്ടുണ്ട്: സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ ക്യാൻ ബി ചേഞ്ച് ഇൻ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇസ് ബ്യൂട്ടിഫുൾ. ചെറുത് എപ്പോഴും ഭംഗിയല്ലേ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയും എങ്ങനെയാണ്? ഓൾവേസ് ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് സ്മോൾ, ചെറുതാണ്. അതാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. വലിയ സ്കെയിലായിരിക്കില്ല അവിടെ ഒരു പ്രൊഡക്ഷൻ, ചെറുതായിരിക്കും. ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് അബൌട്ട് ദ ഓണർഷിപ്പ്. ഓൾവേസ് എ സ്മോൾ സ്കെയിൽ യൂണിറ്റ് വിൽ ബി ഓൺഡ് ആൻഡ് കൺട്രോൾ ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ചിലയിടത്ത് മാത്രം പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് നമ്മൾ കാണും, 2-3 ആൾക്കാരുണ്ടാവും. പക്ഷേ മെയിൻലി എങ്ങനെയാണ്? ഒരാളായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എല്ലാം സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ആയിരിക്കും. നമ്മൾ കമ്പനി ലോയിലൊക്കെ പഠിക്കും അല്ലേ, പാർട്ട്നേഴ്സ് തന്നെ പാർട്ട്ണർഷിപ്പ് പഠിക്കുകയാണെങ്കിൽ അതിൽ ഡോമൻ പാർട്ട്നേഴ്സ് ഉണ്ടാവും, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടാവും. സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ അയാൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ബട്ട് ഹി വിൽ നോട്ട് ബി ഇൻവോൾവ് ഇൻ എനി ഓഫ് ദി ആക്ടിവിറ്റീസ് റിഗാർഡിംഗ് ദ കമ്പനി. അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ആയിട്ടാണെങ്കിലും ഫണ്ട് മാത്രം കൊടുക്കും, വേറെ ഒന്നും ചെയ്യത്തില്ല, പൈസയും മാത്രം ഫൈനലി വാങ്ങും. അങ്ങനെയുള്ളവരെ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് മിക്കവാറും ഓണർഷിപ്പ് ഉള്ള. മെയിൻലി ഇറ്റ് വിൽ ബി ഡൺ ബൈ വൺ പേഴ്സൺ. Sometime in case it will be partnership in which the others will be always as sleeping partners. Only one will be working as the main one. Second is the blend of ownership and management. സെപ്പറേറ്റ് അല്ല, ഓണേഴ്സ് തന്നെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലേ? ഓണർ ഹിംസെൽഫ് വിൽ ബി ദ മാനേജർ ഓൾസോ. സോ ദീസ് യൂണിറ്റ്സ് വിൽ ബി ഹൈലി പേഴ്സണലൈസ്ഡ്. അപ്പോൾ അയാൾക്ക് തന്നെ, ഓണറിന് തന്നെ എല്ലാ കാര്യങ്ങളും എന്താണ് ആ യൂണിറ്റിൽ നടക്കുന്നതെന്നുള്ളതിന് ഫുൾ ഐഡിയ ഉണ്ടായിരിക്കും. ആസ് ദർ ആർ നോ സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് അപ്പാർട്ട് ഫ്രം ദ ഓണർഷിപ്പ്, there will be always blend. രണ്ടും ബ്ലെൻഡഡ് ആയിരിക്കും. സോ യു ഗെറ്റ് ഓൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനി ഓർ ദ ഇൻഡസ്ട്രി. തേർഡ്, ലോ ഗെസ്റ്റേഷൻ പീരീഡ്. ഗെസ്റ്റേഷൻ പീരീഡ് വളരെ ലോ ആയിരിക്കും. ഗെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നിന്ന്, അതിൽ നിന്നൊരു റവന്യൂ കിട്ടുന്നത് വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും, കുറേ നാളുകൾ വെയിറ്റ് ചെയ്യേണ്ട. പക്ഷേ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്താൽ പതുക്കെ നമ്മൾ അതിൽ നിന്ന് റീഗെയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ നമ്മുടെ പൊസിഷൻ. That is another one, low gestation period. Then area of operation. Area of operation മിക്കവാറും എങ്ങനെയായിരിക്കും? സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിൻ്റെ ലോക്കൽ നീഡ്സ് ആയിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്. റീജിയണൽ നീഡ്സ് ചില ഏരിയാസിലേക്ക് വേണ്ടി മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നാൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് മാത്രമായിരിക്കാം പുറത്തോട്ട് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ലോക്കൽ നീഡ്സിന് വേണ്ടി. ഇപ്പോൾ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഒരു പപ്പടത്തിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ അത് ഒരു ലൊക്കാലിറ്റി ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ അച്ചാറിൻ്റെ യൂണിറ്റും അതും ഒരു റീജിയണൽ ബേസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ദെൻ ലൊക്കേഷൻ നമുക്ക് പറയാവുന്നത് എവിടെയാണോ കൂടുതൽ റോ മെറ്റീരിയൽസും ലേബേഴ്സും കിട്ടുക അവിടെ ആയിരിക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കാണ്. ലേബർ ഇൻഡസ്ട്രിയാണ്, കൂടുതൽ ലേബേഴ്സ് വേണ്ടതാണ്. അപ്പോൾ ലേബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ ഇതിനുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത്, ലൊക്കേഷൻ വരുന്നത്.
ദെൻ അബൌട്ട് ലേബർ ഇൻറ്റൻസീവ്, നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനുണ്ട്. പിന്നെ റിസോഴ്സസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ലോക്കൽ റിസോഴ്സ് ആയിരിക്കും. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് പുതിയ ഗുഡ്സ് ഒന്നും എടുത്ത് നമ്മൾ ഈ മോഡേൺ ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല. വി വിൽ ബി യൂസിങ് ദ ലോക്കൽ റിസോഴ്സസ് ആൻഡ് ദിസ് വിൽ ബി വെരി ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. ലാർജ് സ്കെയിൽ യൂണിറ്റ്സിൽ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചേഞ്ചസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഹിയർ it is very easy to adapt to the changes like the introduction of new products, new method of production, new market, new forms of organization. എന്തും ഇവർ വേഗം തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പുതിയൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് തോന്നുകയാണ് അച്ചാർ കമ്പനി നടത്തുക, അച്ചാറിനേക്കാളും കുറച്ചുകൂടി ഡിമാൻഡ് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെന്ന് നോക്കിയാൽ ദേ ക്യാൻ ഷിഫ്റ്റ് ടു ദ ന്യൂ പ്രൊഡക്റ്റ്. ഓൾസോ ദേ ക്യാൻ ചേഞ്ച് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. അവർ ചെയ്തിരുന്ന രീതികൾക്ക് മാറ്റം വരുത്താം. ഇറ്റ് ഈസ് വെരി ഈസി. ദെൻ സിമ്പിൾ ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നു. ഒരിക്കലും മോഡേൺ ആയിട്ട് ബുദ്ധിമുട്ടുള്ളതൊന്നും ഉപയോഗിക്കാറില്ല, സോഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ് ഒന്നും ഉപയോഗിക്കത്തില്ല. എല്ലാം മാനുവലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഓൾവേസ് യൂസ് സിമ്പിൾ ടെക്നോളജി ആൻഡ് ദർ വിൽ ബി ഓൾവേസ് എ പേഴ്സണൽ ടച്ച്. എംപ്ലോയി അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലല്ലോ. എല്ലാവരും സ്വന്തം അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആ ഓണറിന് വളരെ അടുത്ത ആൾക്കാരുമായിരിക്കും. അപ്പോൾ ഓൾവേസ് ദർ വിൽ ബി എ പേഴ്സണൽ ടച്ച് ഇൻ ദ small scale industry. So these are the major characteristics of small scale industry. The ownership will be by one person. Sometimes it will be run by a partner, but the only one partner will be active one and other will be sleeping partners. Then there will be always a blend between the ownership and the management. There is no separate management for a SSI. Then low gestation period, that is we will get the revenue within few months or years itself. Then area of operation will be in area where there is ample availability of labor and the raw materials. Location will be always local and regional എടുക്കുന്ന രീതിയിലായിരിക്കും ലൊക്കേഷൻ വരുന്നത്. ദെൻ ലേബർ ഇൻറ്റൻസീവ് ആണ്, use of local resource. They don't depend for any imported resources. Then it will be very flexible for the introduction of new product or new process, etc. It will always use simple technology and there will be a personal touch between the workers and the owners, because workers will be of the same kind with the owners. These are the characteristics of SSI, small scale industries. Next one is, what is the objective of small scale industry? ഇങ്ങനെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവുന്നുണ്ട്. ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എംപ്ലോയി ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ദെൻ ലേബർ ഇൻറ്റൻസീവ് ആണ്, അങ്ങനെയും ആൾക്കാർക്ക് കൂടുതൽ പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ദെൻ പ്രൊമോട്ട് ട്രൈബൽ ഏരിയാസ്. നമ്മൾ കൂടുതൽ ഇത് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ആകുമ്പോൾ ട്രൈബൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസിലായിരിക്കും. അപ്പോൾ അവിടെ പ്രൊമോഷന് അല്ലെങ്കിൽ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ബാലൻസ് റീജിയണൽ ഗ്രോത്ത്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ വരുമ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇതുപോലുള്ള ചെറിയ ചെറിയ ഏരിയാസിലായിരിക്കും. അപ്പോൾ ഒരു റീജിയണൽ ഗ്രോത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലി ആകും. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആൻഡ് മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സ്. നമ്മുടെ റിസോഴ്സൊക്കെ ഒന്നും യൂട്ടിലൈസ്ഡ് ആവാതെ വരത്തില്ല. എവറിത്തിങ് വിൽ ബി യൂട്ടിലൈസ്ഡ്. എഫക്റ്റീവായിട്ട് തന്നെയായിരിക്കും ക്യാപിറ്റലും സ്കിൽസും ഒക്കെ യൂട്ടിലൈസ്ഡ് ആകുന്നത്. ദെൻ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ ഓൺടർപ്രണർഷിപ്പ്. ഓരോ ആൾക്കാർക്ക് ഒരു ഓൺടർപ്രണർഷിപ്പ് ക്യാരക്ടർ എടുക്കാൻ ഇതിൽ വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മതിയല്ലോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇൻസെൻറ്റീവ്സ് എല്ലാം കിട്ടുന്നതുകൊണ്ട് ആൾക്കാർക്കൊക്കെ ഒരു ഓൺടർപ്രണർഷിപ്പ് സ്കില്ല് ഡെവലപ്ഡ് ആവും. ദെൻ ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് some higher standard of living to the people. പീപ്പിളിൻ്റെ ഹയർ സ്റ്റാൻഡേർഡ്സ് കൂട്ടും, അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ്സ് തന്നെ കൂട്ടും. അതേപോലെ ഈ വെൽത്ത് കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവർക്കും ഒരുപോലെയുള്ള പവറും വെൽത്തും പ്രൊവൈഡ് ചെയ്യാനും ഇങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, സോ we have discussed what is small scale industry, what is ancillary unit, what is tiny sector unit, പിന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്താ, പിന്നെ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു, ഒബ്ജക്റ്റീവ്സും പറഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഇങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് ഇസ് ലെസ് ക്യാപിറ്റൽ. ഇറ്റ് റിക്വയർസ് ഓൺലി ലെസ് ക്യാപിറ്റൽ, കുറച്ച് ക്യാപിറ്റലേ മതി. സെക്കൻഡ്, ലേബർ ഇൻറ്റൻസീവ് ആണ്, നേരത്തെ പറഞ്ഞ അതേ കാര്യം. സ്കിൽസ് റിക്വയർഡ് വിൽ ബി ഓഫ് ലൈറ്റ് നേച്ചർ. വലിയ സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി ഒന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് സാധാരണ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ള ബേസിക് ട്രെയിനിങ് മാത്രമേ ഓരോരുത്തർക്ക് കൊടുക്കേണ്ടി വരത്തുള്ളൂ.
ഡീസെൻട്രലൈസേഷൻ പോസിബിൾ. ഒരു എക്കണോമിയുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ ഏരിയാസും വളരണം. ഇപ്പോൾ എല്ലാ ഏരിയാസിനെയും മൊത്തത്തിൽ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആണെങ്കിൽ അവിടെ മാത്രം ആ ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് അവർ കാരണം. അങ്ങനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റർ വാല്യൂ അഡീഷൻ. ഈ SSI യൂണിറ്റ്സുകളാണ് പല ലാർജ് യൂണിറ്റിൻ്റെ സപ്ലൈസ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ ഒരു വെൽത്ത് ജനറേഷൻ പോസിബിളാണ്. ദെൻ ക്വിക്ക് yielding, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഗസ്റ്റേഷൻ പീരീഡ് ലോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്വിക്ക് റിസൾട്ടാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. അതേപോലെ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ്. നമ്മൾ ഒരു റിസോഴ്സും പാഴായി പോകുന്നുണ്ടാവില്ല. നമ്മുടെ നാച്ചുറൽ അല്ലെങ്കിൽ ലോക്കൽ റിസോഴ്സസ് വരെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ്ഡ് ആവുന്നുണ്ടാവും. അതുപോലെ തന്നെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനും ഈസിയറാണ്, ഇക്വിറ്റബിൾ ആണ്. എല്ലാവർക്കും ഈക്വലി ആയിരിക്കും വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഒരു റിച്ചർ ബിക്കം റിച്ചർ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലൂടെ ഒഴിവാക്കാനും പറ്റും. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ്. നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞില്ലേ, ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ്, ലേബർ ഇൻറ്റൻസി, ട്രൈബൽ ഏരിയ പ്രൊമോഷൻ എന്നൊക്കെ. ഇത് തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാവുന്നേ ഉള്ളൂ. യു ജസ്റ്റ് വോണ്ട് ടു സ്റ്റഡി സം ഓഫ് ദീസ് പോയിൻറ്റ്സ്. ഇതിനകത്തുള്ള ഈ രണ്ട് ഒബ്ജക്റ്റീവ്സിലും അഡ്വാൻറ്റേജസിലും പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് ആയിട്ടും ഇമ്പോർട്ടൻസ് എന്നോ അഡ്വാൻറ്റേജസിനോ ഒക്കെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി വേണ്ടത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് എ സ്മോൾ സ്കെയിൽ യൂണിറ്റ്. ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് നമുക്ക് തുടങ്ങണം. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കൊരു ചെറിയ യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഒരു ബിസിനസ് എന്ന് തോന്നുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടതാണ് ദ സെലക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം, അല്ലേ? നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ ആ ഒരു എൻ്റർപ്രൈസിലൂടെ ഉണ്ടാക്കാൻ തോന്നുന്നത്, ഒരു പുതിയ പ്രൊഡക്റ്റ് ആണോ അതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോവാണോ? അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ തന്നെ ഇന്നൊവേറ്റീവ് ഓൺടർപ്രീനറും ആകും, അതുപോലെ അഡോപ്റ്റീവ് ഓൺടർപ്രീനറും ആകും. ഇന്നൊവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? പുതിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം ഞാൻ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നത്, ഇതുവരെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഉണ്ടാക്കാത്തൊരു പ്രൊഡക്റ്റിനെ. അല്ലെങ്കിൽ ഒരു അഡോപ്റ്റീവ് ഓൺടർപ്രീനർ ആവാം, പക്ഷേ വേറെ ആരെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഇന്നൊവേഷൻ ഞാനും അഡോപ്റ്റ് ചെയ്യുന്നു. ഇൻ ദാറ്റ് സൈസ് ഈ രണ്ട് കാര്യങ്ങളിലാണെങ്കിലും ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ എക്കണോമിക് വയബിലിറ്റി പഠിക്കണം. പക്ഷേ എക്കണോമിക് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫീസിബിൾ ആകുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് വേണ്ടത്ര ഞാൻ ആ പ്രൊഡക്റ്റിന് ഇടുന്ന കോസ്റ്റ് എനിക്കത് റവന്യൂ ആയിട്ട് കിട്ടുമോ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എനിക്ക് പോസിറ്റീവ് ആയിരിക്കും, ഇതൊക്കെ ഞാൻ അനലൈസ് ചെയ്യണം. അതിനാണ് എക്കണോമിക് വയബിലിറ്റി സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി ഞാൻ പല ഇൻഫർമേഷൻസ് ആയിരിക്കും കളക്ട് ചെയ്യേണ്ടത്. എത്ര ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ് എവിടെയാണ്, ഡൊമസ്റ്റിക് നമ്മുടെ ലോക്കലാണോ ഡിമാൻഡ് വരിക അതോ ഇൻ്റർനാഷണൽ ഡിമാൻഡാണോ ഉണ്ടാവുക, അതുപോലെ ഇതുപോലെ വേറെ ആരൊക്കെ ഈ പ്രൊഡക്റ്റിനെ വിൽക്കുന്നുണ്ട്, പൊട്ടൻഷ്യൽ ഡിമാൻഡ് എത്രയാണ്, ഈ പ്രൊഡക്റ്റിന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേറെ പുറത്ത് കാണുന്നുണ്ടോ. ഇപ്പോൾ ഞാൻ ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന് പുറത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് നോ യൂസ്, അല്ലേ? എനിക്ക് പകരം ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റിനെ വാങ്ങാം. അപ്പോൾ എങ്ങനെയായിരിക്കും? അതുപോലെ ദ ഡിമാൻഡ് ഫോർ ദ ആൻസിലറി പ്രൊഡക്റ്റ് ബൈ ബിഗ് യൂണിറ്റുകൾ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിരിക്കുമോ, എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് അവർ വാങ്ങി അവർ യൂസ് ചെയ്യുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നോക്കിയിട്ടായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എന്തായിരിക്കും ചെയ്യുക, ഞാൻ ഏത് രീതിയിലുള്ള ഓണർഷിപ്പാണോ സെലക്ട് ചെയ്യേണ്ടത്, ഒരു സോൾ പ്രൊപ്പറൈറ്റർ ആണോ, ഒറ്റയ്ക്കാണോ ഞാൻ ഈ ബിസിനസ് കൊണ്ടുപോകേണ്ടത്, അതൊരു ഫാമിലി ഓണർഷിപ്പായിട്ടാണോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പായിട്ടാണോ, അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് തുടങ്ങണോ, ഇതിലേതായിരിക്കണം ഞാൻ സെലക്ട് ചെയ്യേണ്ട മോഡ്, അല്ലെങ്കിൽ എൻ്റെ ഓണർഷിപ്പ് എങ്ങനെയായിരിക്കണം. ഓണർഷിപ്പ് നമ്മൾ നോക്കുന്നത് എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും? ഇപ്പം വലിയൊരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പായിട്ടാണ് തുടങ്ങാൻ പറ്റത്തില്ല, ഫണ്ട് കൂടുതലും വേണമെങ്കിൽ ഐ മേ നോട്ട് ഹാവ് ദ ഇനഫ് ഫണ്ട്, സോ ഐ വിൽ സ്റ്റാർട്ട് മെയിൻലി പാർട്ട്ണർഷിപ്പ് ഓരോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് തുടങ്ങും. അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മൊത്തത്തിലാണോ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഫാമിലി ഓണർഷിപ്പ് ആയിരിക്കും. അപ്പം ബേസ്ഡ് ഓൺ ദ എക്കണോമിക് വയബിലിറ്റി ആൻഡ് ദ ബാരിയേഴ്സ്, ചുറ്റുപാടുമുള്ള ബാരിയേഴ്സ് ഹേർഡിൽസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ഓണർഷിപ്പ് സെലക്ട് ചെയ്യും, ഏത് രീതിയിലുള്ള ഓണർഷിപ്പാണോ. പിന്നെ മൂന്നാമത് സൈറ്റ് സെലക്ഷൻ. എനിക്ക് ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റാണോ ഞാൻ സെലക്ട് ചെയ്തേ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈറ്റ്. ഇപ്പോൾ എനിക്ക് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് തുടങ്ങേണ്ടത്, അപ്പോൾ എൻ്റെ സൈറ്റ് എവിടെയായിരിക്കണം, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ജാം മാനുഫാക്ചറിങ് യൂണിറ്റാണ് എനിക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ എന്ത് ജാമാണ് ഉണ്ടാക്കേണ്ടത്, ഞാൻ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് ഉണ്ടാക്കണേ, അപ്പോൾ എനിക്ക് മാർക്കറ്റുമായിട്ട് പെട്ടെന്ന് അടുത്തുള്ളൊരു ലൊക്കേഷൻ വേണം. അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് എനിക്ക് കിട്ടണം, അപ്പോൾ അതിന് വേണ്ടി അഗ്രികൾച്ചർ ലാൻഡിനടുത്തായിരിക്കണം. അപ്പോൾ അതുപോലെ സോയിൽ, അതിനനുസരിച്ചുള്ള സോയിൽ വേണം, ടോപ്പോഗ്രഫി വേണം, സൈസ് വേണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള അമെനിറ്റീസ് അവൈലബിൾ ആയിരിക്കണം. ഇതൊക്കെ ഞാൻ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. സോയിൽ, സൈസ് ആൻഡ് ടോപ്പോഗ്രഫി, അവൈലബിലിറ്റി ഓഫ് അമെനിറ്റീസ് എക്സെട്ര. അപ്പോൾ സൈറ്റ് നോക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെ നോക്കും. എന്തൊക്കെയാണ് നോക്കുക എന്ന് വെച്ചാൽ, ദ ഓൺടർപ്രീനർ ഷുഡ് സെലക്ട് ദ പ്ലോട്ട് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ്.
ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിലായിരിക്കണം ഞാൻ പ്ലോട്ട് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലും വേണമെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റിൻ്റെയോ ആയിട്ടുള്ള ഏജൻസീസ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് സോണായിട്ട് ഗവൺമെൻറ് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പെർമിഷൻ വാങ്ങി എനിക്ക് ഫ്രീ ട്രേഡ് സോണായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സൈറ്റ്സും എനിക്ക് ഉപയോഗിക്കാം. അതിനെല്ലാം എനിക്ക് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സിൻ്റെയൊക്കെ അപ്രൂവൽ വേണ്ടി വരും, അല്ലെങ്കിൽ പെർമിഷൻ വേണ്ടി വരും. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് എനിക്ക് ഒരു സൈറ്റ് സെലക്ട് ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏരിയയിൽ, ദാറ്റ് ഇസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ എനിക്ക് തുടങ്ങാം. അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസിയുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്, അവിടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു സൈറ്റ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എൻ്റെ ലാൻഡ് ചൂസ് ചെയ്തിട്ട് ഒരു ലാൻഡ് വാങ്ങിയിട്ട് അവിടെ എനിക്ക് ഡെവലപ്പ് ചെയ്യാം. അതും അല്ലെങ്കിൽ എനിക്കൊരു ഫ്രീ ട്രേഡ് സോൺ, എക്കണോമിക് ഫ്രീ സോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എക്കണോമിക് ട്രേഡ് സോൺ എന്നൊക്കെ പറയുന്നത് അവിടെ ഫ്രീ ആണ്, ട്രേഡിങ്ങിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ പെർമിഷൻ വാങ്ങുക അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ പെർമിഷൻ വാങ്ങി എനിക്ക് അങ്ങനെ പ്ലോട്ട് സെലക്ട് ചെയ്യാം. ഇനി മിക്കവാറും നമ്മൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ നേറ്റീവ് പ്ലേസിൽ തന്നെ സൈറ്റ് സെലക്ട് ചെയ്യാം. ഞാനിപ്പം എൻ്റെ ലൊക്കാലിറ്റി ആലപ്പുഴയാണെങ്കിൽ ഞാൻ ആലപ്പുഴയിൽ തന്നെ ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എനിക്ക് ആലപ്പുഴ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാം, അല്ലെങ്കിൽ എനിക്ക് നല്ല ആക്സസ് ഉണ്ടാവും. അതിന് പകരം ഞാൻ മഹാരാഷ്ട്രയിൽ പോയിട്ടാണൊരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഫോർ മീ. സെക്കൻഡ്, എല്ലാ ഇൻസെൻറ്റീവ്സും കിട്ടുന്ന സൈറ്റാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കണം. ചിലപ്പം ചില ഏരിയകളൊന്നും ഇൻസെൻറ്റീവ്സിനൊന്നും പ്രോംപ്റ്റ് ആവത്തില്ല. ഇതുപോലെ എക്കണോമിക് ഫ്രീ ട്രേഡ് സോണൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ഇൻസെൻറ്റീവ്സ് കിട്ടും. അങ്ങനെയുള്ള സൈറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ മാർക്കറ്റിനടുത്താവണം എൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ. എല്ലാ രീതിയിലുള്ള റിസോഴ്സസും, ലേബർ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും റോ മെറ്റീരിയൽസൊക്കെ പെട്ടെന്ന് കിട്ടുന്ന സ്ഥലമായിരിക്കണം. അതുപോലെ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലമായിരിക്കണം. ഒട്ടും ഡെവലപ്മെൻറ്റ് ഇല്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തടത്തൊന്നും ഞാൻ സൈറ്റായിട്ട് സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഞാൻ സെലക്ഷൻ ഓഫ് സൈറ്റിൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. അപ്പം ആദ്യം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യും, പിന്നെ ഏത് ടൈപ്പ് ഓണർഷിപ്പാണോ, പിന്നെ പല ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് ഏത് രീതിയിലുള്ള സൈറ്റ് വേണം, ആ സൈറ്റിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ വരുന്നത് ഡിസൈനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. എവിടെ നിന്നാണ് ക്യാപിറ്റൽ വേണ്ടത്? നമുക്കറിയാം ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാവും. ഒരു 25 ലക്ഷം തൊട്ട് 3 കോടി വരെയുള്ള ബിസിനസ്സുകളുണ്ട്, അല്ല 5 ലക്ഷം തൊട്ട് 3 കോടി വരെയുള്ള സ്മോൾ സ്കെയിൽ യൂണിറ്റ്സുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഞാൻ എവിടെ നിന്ന് കളക്ട് ചെയ്യും? ചിലപ്പോൾ എൻ്റെ സ്വന്തം ക്യാഷ് ആവാം, ഓൺ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് ഞാൻ ഫ്രണ്ട്സിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്ന് കളക്ട് ചെയ്തൊക്കെയാണ് ലോങ് ടേം ലോൺസ് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങുന്ന ടേം ലോൺസ് ആവാം, ഒരു പീരീഡിന് ശേഷം അടയ്ക്കേണ്ട ടേം ലോൺസും ആകാം. അപ്പം ഇതിൽ ഏതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ മെഷീനറീസ് വാങ്ങണോ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ പൈസ എവിടെ നിന്ന് കളക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ വേണം എന്ന് ഡിസൈൻ ചെയ്യേണ്ടത് ആണ് ഫോർത്ത് സ്റ്റെപ്പ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈനിങ്. ഫിഫ്ത്ത് വൺ ഈസ് അക്വിസിഷൻ ഓഫ് ദ ടെക്നിക്കൽ നോഹൗ. ഇപ്പം ടെക്നിക്കൽ നോഹൗ ഉണ്ടാവണം ഒരു പ്രൊഡക്റ്റിനെ പറ്റി. ഇപ്പം ഞാൻ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി തുടങ്ങാൻ താല്പര്യപ്പെടുന്നു, ജാമാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എനിക്കതിനെപ്പറ്റി എങ്ങനെ ജാം ഉണ്ടാക്കേണ്ടത്, ഫ്രൂട്ട്സ് എടുത്ത് എന്ത് ചെയ്താൽ ജാം ആവും എന്നൊരു ടെക്നിക്കൽ നോഹൗ ആണ്, ടെക്നിക്കൽ നോളജ് വേണം അല്ലേ. അപ്പോൾ അതെനിക്ക് കളക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗവൺമെൻറ്റും ചില നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഏജൻസീസും ഒക്കെ ടെക്നിക്കൽ നോഹൗ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പഠിക്കുക അല്ലെങ്കിൽ അതിനെ അക്വിസിഷൻ ചെയ്യുക എന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പായിട്ട് വരുന്നത്. So the production should be always based on the support. ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ലൈക്ക് ദ നാഷണൽ ലബോറട്ടറി, CSIR, RDC അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ആയിരിക്കണം ഞാൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഏത് ടെക്നോളജി യൂസ് ചെയ്യണം? ഇപ്പം എനിക്ക് പനീർ ഉണ്ടാക്കണം, അപ്പോൾ പനീർ ഉണ്ടാക്കാൻ പല രീതികളുണ്ട്. ഇപ്പം ഒരു ബിസിനസ് യൂണിറ്റായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടതിന് പല രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ടെക്നോളജി എങ്ങനെയാണെന്ന് ഞാൻ ഗവൺമെൻറ്റിൽ നിന്നും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിന്നൊക്കെ പഠിക്കേണ്ടി വരും. ടെക്നിക്കൽ നോഹൗ എനിക്ക് കിട്ടണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ദി പ്രൊജക്ട് റിപ്പോർട്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ ഫണ്ട് വേണം, ക്യാപിറ്റൽ വേണം, അത് ഞാൻ ബാങ്കിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് ഫണ്ട് വേണമെങ്കിൽ ബാങ്കുകാർക്ക് ഇതിനെ പറ്റിയിട്ടൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. എന്നാലേ അവർക്കറിയാൻ പറ്റുള്ളൂ ആരുടെയൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഈ പ്രൊജക്റ്റിന് ഫണ്ട് കളക്ട് ചെയ്യുന്നത്, ഈ ഫണ്ട് കൊടുത്താൽ അവരുടെ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുമോ, അതുപോലെ എക്കണോമിക് വയബിലിറ്റി ഉണ്ടോ, റിസൾട്ട് ഉണ്ടോ, മാനേജർ കോമ്പറ്റൻസി ഉണ്ടോ, ഇതൊക്കെ അറിയണം ബാങ്കിനെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്ന പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പറേഷനാണ്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്സാണ്, നമ്മളൊരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ഇവിടെ പറഞ്ഞ്. ഫസ്റ്റ് വി വോണ്ട് ടു സെലക്ട് ദ പ്രൊഡക്റ്റ്. സെക്കൻഡ് വി വോണ്ട് ടു സെലക്ട് വിച്ച് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് യു വോണ്ട്, സിംഗിൾ ഓർ എ പാർട്ട്ണർഷിപ്പ് ഓർ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ എ family business. Then third we want to select the site. Site can be on site or it can be from a private industrial estate or a public industrial estate or in a free trade zone based on some of the characteristics, like it should be near or proxim to the market. There should be availability of labor as well as raw material. There should be enough infrastructure facility. It should be always located in a native place itself, etc. Then fourth, we want to design the capital structure, if it is of sole on capital or a long-term fund from the friends or a term loan from the bank, that we want to select. And next, we want to acquisition of the technical know-how. Technical knowledge, ആ product ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷനെ പറ്റിയുള്ള ടെക്നിക്കൽ know-how കളക്ട് ചെയ്യുക. And last, we want to prepare the project report for submitting to the bank to get the financial assistance. So with these 6 steps, we can complete the setting up of small-scale industries. Okay. ഓക്കെ, അപ്പം നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ എങ്ങനെ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സിലൂടെയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്തൊരു കാര്യം പറഞ്ഞാണ് സൈറ്റ്, അല്ലേ? മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞാണ് സെലക്ഷൻ ഓഫ് സൈറ്റ്. അപ്പോൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ചുറ്റുപാട് നോക്കേണ്ടി വരും. എന്തൊക്കെ കാര്യം നോക്കണം? ഫസ്റ്റ്, ദ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ? ഡ്യൂ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഹെവി റോ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെ വരെ എത്തിക്കും? അപ്പോൾ ഹെവി റോ മെറ്റീരിയൽസ് വേണ്ട അല്ലെങ്കിൽ ബൾക്കി റോ മെറ്റീരിയൽസ് വേണ്ടതാണെങ്കിൽ നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ഒരു ഷുഗർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എനിക്ക് തുടങ്ങണം, അതൊരു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. അപ്പം ഷുഗർ കീൻ എനിക്ക് ആവശ്യമാണ്. ഷുഗർ കീൻ കൂടുതൽ സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഷുഗർ കീനിൻ്റെ പ്ലോട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഇൻഡസ്ട്രി എങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു ആസ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പം അങ്ങനെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നോക്കണം. സെക്കൻഡ്, പ്രോക്സിമിറ്റി ടു മാർക്കറ്റിന് അടുത്തായിരിക്കണം. എനിക്ക് കൂടുതൽ പെരിഷബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, ഇപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതിൻ്റെയൊക്കെ ആണെങ്കിൽ പെരിഷബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രി ഒന്നും എനിക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ ഫ്രഗൈൽ പൊട്ടിപ്പോകുന്നതായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടുതൽ ലൊക്കേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്കറ്റിന് അടുത്തായിരിക്കും അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് എല്ലാം സെറ്റ് ചെയ്യേണ്ടത്. തേർഡ്, ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. എല്ലാ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കാൻ നോക്കുക. സെലക്റ്റഡ് ഏരിയാസിലാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ അടുത്ത് നമ്മൾ പറഞ്ഞ മാർക്കറ്റിൻ്റെ പ്രോക്സിമായിട്ടാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആക്കുക. അപ്പം എല്ലാ രീതിയിലുള്ള കണക്ടിവിറ്റിക്കുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ യൂണിറ്റുകൾ തുടങ്ങേണ്ടത്. ഇപ്പോൾ ഒരു എക്സ്പോർട്ട് യൂണിറ്റാണ് നമ്മൾ തുടങ്ങുന്നത്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം വിത്ത് ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നമ്മൾ ഒരിക്കലും സൈറ്റായിട്ട് സെലക്ട് ചെയ്യരുത്. പിന്നെ ഫ്യൂവൽ ആൻഡ് പവർ സപ്ലൈ ഇനഫ് സബ്സ്റ്റാൻഷ്യൽ കോസ്റ്റിൽ കിട്ടിയിരിക്കണം. കോസ്റ്റ് കുറച്ച് അല്ലെങ്കിൽ ഒരു മിനിമം കോസ്റ്റിൽ അതെല്ലാം പ്രൊവൈഡ് ആവുന്ന സ്ഥലങ്ങളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ എന്തെങ്കിലും ഡിസ്പോസൽ ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ആയിരിക്കും മിക്കവാറും ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് ഒക്കെ. മിക്കതും വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ വേസ്റ്റെല്ലാം നമ്മൾ വാട്ടർ ബോഡീസിലേക്കും ലാൻഡിലേക്കും തള്ളുന്നതിന് മുമ്പ് നമ്മൾ അതിനുള്ള പ്രോപ്പർ ഡിസ്പോസൽ ചെയ്യണം. അപ്പോൾ ഡിസ്പോസൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇൻ ദാറ്റ് ലൊക്കേഷൻ. ദെൻ അവൈലബിലിറ്റി ഓഫ് ലേബർ നോക്കണം, ലാൻഡ് അവൈലബിലിറ്റി നോക്കണം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ലാൻഡ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു ചീപ്പായിട്ടുള്ള ലാൻഡ് ആയിരിക്കണം. പിന്നെ ഒരു ഇൻഡസ്ട്രി യൂണിറ്റ് തുടങ്ങുന്നത്, അപ്പോൾ ഒരു നോൺ അഗ്രികൾച്ചറൽ ഏരിയ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നിലം നമുക്ക് പാടത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വാങ്ങിയെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ സിവിൽ കൺസ്ട്രക്ഷനും പ്ലാന്റ് ഒരു മെഷീനറിയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനോ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മണ്ണാണോ എന്ന് ശ്രദ്ധിക്കണം. മാർഷി ഏരിയാസൊക്കെ ചതുപ്പ് നിലങ്ങളിലൊന്നും നമുക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ലാൻഡ് അല്ലല്ലോ എന്ന് ഉറപ്പിക്കുക. അതുപോലെ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഷനുള്ള സ്പേസ് ഉണ്ടോ, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ലാൻഡ് സെലക്ട് ചെയ്യാൻ. അതുപോലെ പൊളിറ്റിക്കൽ പാട്രണേജ്, നമ്മുടെ കൺട്രീനെ ബേസ് ചെയ്തിട്ടിരിക്കും. നമ്മളുടെ സപ്പോർട്ട് എങ്ങനെയാണ്, പൊളിറ്റിക്കൽ സപ്പോർട്ട്സ് എങ്ങനെയാണ്. പ്രോപ്പർ പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ലേബറിനെ ആണെങ്കിലും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും പവർ സപ്ലൈയിലൊന്നും ഒരു മുടക്കുകൾ വരാതിരിക്കാൻ വേണ്ടി. പിന്നെ കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, ദാറ്റ് ഈസ്
The location must be selected at places where sufficient social infrastructure facilities like housing, hospital, industrial, education institution, banking, etc. are available. അല്ലേ, ഒരു ഇൻഡസ്ട്രി നടക്കുന്നെങ്കിൽ അവിടെ കുറേ ആൾക്കാർക്ക് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പം ഒരു റിമോട്ട് ഏരിയയിൽ ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങൾ കൊണ്ടുവരിക അവിടെ. അല്ലെങ്കിൽ വി ഷുഡ് ഡെവലപ്പ് സംതിങ് ലൈക്ക് ദ ഹൗസിംഗ് ഫെസിലിറ്റി അവിടെ അറേഞ്ച് ചെയ്യുക. ദെൻ ഹോസ്പിറ്റൽസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ബാങ്ക്സ് ആണെങ്കിലും അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്ഥലമായിരിക്കണം നമ്മുടെ സൈറ്റ്. പിന്നെ ഇൻസെൻറ്റീവ്സ് ആൻഡ് ഡിസ്ഇൻസെൻറ്റീവ്സ്, ഇതും ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്താണ് ഈ ഇൻസെൻറ്റീവ്സ് ആൻഡ് ഡിസ്ഇൻസെൻറ്റീവ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പല രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫിസ്ക്കൽ പോളിസിയുടെ വ്യത്യാസങ്ങൾ, മോണിറ്ററി പോളിസിയുടെ വ്യത്യാസങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാൻസ് എല്ലാം സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ പല രീതിയിലുള്ള ഗ്രാൻസ് ഉണ്ട്. ഗവൺമെൻറ് തന്നെ നമ്മുടെ കൺട്രിയെ 4 ഏരിയാസ് ഓഫ് പർപ്പസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി A, B, C ആൻഡ് അതേഴ്സ്. സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി അറ്റ് എ റേറ്റ് ഓഫ് 25 is given to 25 lakhs is given to the district in A category, 15% to the district B category and 10% to the district C category. അപ്പോൾ 3 രീതി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ മാക്സിമം സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് അല്ലേ, പല രീതിയിലുള്ള സബ്സിഡി കൊടുക്കും. ഇപ്പോൾ ഒരു 25 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിലൊരു 25% നമ്മൾ സബ്സിഡി കൊടുക്കും. അതുപോലെ മാക്സിമം 15 lakhs ഉണ്ടെങ്കിൽ 15% കൊടുക്കും. അങ്ങനെ ഓരോ കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ റേറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഹയർ നമ്പർ ഓഫ് ലീഗൽ ഫോർമാലിറ്റീസ്. ചില ഏരിയാസിലൊക്കെ നമ്മളൊരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ, ഒരു പൊല്യൂഷൻ പ്രോൺ ഏരിയ, അപ്പോൾ അവിടെ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അവിടെ ചിലപ്പോൾ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ കൂടുതലായിരിക്കും, ടാക്സും കൂടുതലായിരിക്കാം. അങ്ങനെയുള്ള ലൊക്കേഷനിൽ കുറവ് ഡിസ്ഇൻസെൻറ്റീവ്സ് ഉള്ള സ്ഥലങ്ങളായിരിക്കണം നമ്മൾ ലൊക്കേഷനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സൈറ്റായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഉള്ള ഒരു ഫാക്ടറാണ് മൊമെൻറ്റം ഓഫ് ഏർലി സ്റ്റാർട്ട്. That is, once an industry is localized, it is tendency to concentrate in such industries in that area because of the availability of raw materials and skilled labor. അല്ലേ, ഇപ്പം നമ്മൾ അടുത്തൊരു സ്മോൾ ഇൻഡസ്ട്രി തുടങ്ങി അതൊന്ന് നല്ല രീതിയിലായ അപ്പം തന്നെ ആ ഏരിയ തന്നെ വേറൊരു സ്മോൾ ഇൻഡസ്ട്രി വരും. ബിക്കോസ് ദർ ഇസ് ആമ്പിൾ സപ്ലൈ ഓഫ് ലേബർ ആസ് വെൽ ആസ് റോ മെറ്റീരിയൽസ് ലേബർ ഉള്ളതുകൊണ്ടല്ലേ അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റാർട്ടായിട്ട് തുടങ്ങുക. ഏറ്റവും ആദ്യം നമ്മളായിരിക്കണം ആ ഏരിയയിൽ ബിസിനസ് തുടങ്ങേണ്ടത്. ഫോർ എക്സാമ്പിൾ, കാൺപൂർ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലോക്കലൈസേഷൻ വേർ ദ ലെതർ ഇൻഡസ്ട്രി ഈസ് കോൺസെൻട്രേറ്റഡ്. ഈ കാൺപൂർ സ്ഥലത്ത് കൂടുതൽ ലെതർ ഇൻഡസ്ട്രി അവിടെയാണ് കാണപ്പെടുന്നത്. വെച്ചാൽ അവിടെ ലെതർ കോൺസെൻട്രേറ്റഡ് ആണ്, ലെതർ കൂടുതൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളതിൽ എപ്പോഴും നമ്മൾ ഏർലി സ്റ്റാർട്ടായിട്ട് നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. പിന്നെ ബാങ്കിങ് ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളായിരിക്കണം, റിസർച്ച് ഫെസിലിറ്റീസ് ഉണ്ടാവണം, ക്ലൈമറ്റ് സ്യൂട്ടബിൾ ആയിരിക്കണം, നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളായിരിക്കണം. അതുപോലെ കോംപ്ലിമെൻ്ററി ആൻഡ് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലങ്ങളായിരിക്കണം. അപ്പോൾ എപ്പോഴും കോംപ്ലിമെൻ്ററി ആൻഡ് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാക്സിമം പ്രൊഡക്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കണം. സിവിൽ അമെനിറ്റീസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള, നമ്മൾ കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ പറഞ്ഞു, ഹോസ്പിറ്റലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ബാങ്കിങ്ങും അതുപോലെ എല്ലാ സിവിൽ അമെനിറ്റീസും ഉള്ള സ്കൂൾസും കൾച്ചറൽ സെൻറ്റേഴ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കണം സൈറ്റായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ടാക്സ് പോളിസീസ് എല്ലാം കുറവുള്ള, കൺസെഷൻസ് എല്ലാം കൂടുതലുള്ള ലൊക്കേഷൻസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സും നമ്മൾ ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് നമ്മുടെ സ്വന്തം ഇൻറ്റിമേറ്റ് റിലേഷനുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ബിസിനസ് തുടങ്ങുക. നമ്മുടെ സൈറ്റ് സെലക്ഷനിൽ പറഞ്ഞു നമ്മുടെ നേറ്റീവ് പ്ലേസ് തന്നെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് സക്സസ് ഉണ്ടാവുക. നമുക്ക് ആ ലൊക്കാലിറ്റിയെ പറ്റി അത്രത്തോളം അറിയാം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ റീജിയണൽ ആൻഡ് സോഷ്യൽ ടൈസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസും കൂടി സെലക്ട് ചെയ്യുക. ചിലപ്പം നമ്മൾക്ക് ഒരു മുസ്ലിം കാറ്റഗറി ആൾക്കാരാണെങ്കിൽ അവർക്ക് ഗൾഫിലൊക്കെ ആയിരിക്കും അവരുടെ കൂടുതൽ ബിസിനസ്സുകളെല്ലാം തുടങ്ങാൻ അവർക്ക് ആഗ്രഹം. ബിക്കോസ് അതൊരു റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ ടൈ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് സെലക്ട് ചെയ്യുക. പിന്നെ പോസിബിലിറ്റി ഓഫ് ഫ്ലഡ് ആൻഡ് ഡ്രൗട്ട്സ്, ഫ്ലഡ്സും ഡ്രൗട്ട്സും ഒക്കെ ഭയങ്കര പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് ആണെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഫ്ലഡ് അല്ലെങ്കിൽ സൈക്ലോൺ, എർത്ത് ക്വേക്ക് അതെല്ലാം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് ആ ലൊക്കേഷൻസിലൊന്നും നമ്മൾ സൈറ്റ്സ് സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സൈറ്റ് സെലക്ഷന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിലെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തൊരു മിനിമം ഒരു 8 to 10 പഠിക്കുക. 10 ഫാക്ടേഴ്സ് ലൊക്കേഷന് ശ്രദ്ധിക്കുന്ന കൺസിഡറേഷൻസ് പഠിക്കുക. അത് മാത്രം നിങ്ങളുടെ വേർഡ്സിലായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലും മതി എക്സാമിന് വരുമ്പോൾ.
ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒരു നല്ല ലൊക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സ് നോക്കിയാൽ ഏറ്റവും നല്ല ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈസി അവൈലബിൾ, റോ മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആവുന്ന ഒരു സ്ഥലം, ഫ്യൂച്ചർ എക്സ്പാൻഷന് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ, അതുപോലെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ട്രേറ്റ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലം. എക്കണോമിക്കലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, സോഷ്യലിയും കൾച്ചറലിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഈസി മാർക്കറ്റ് ആക്സസിബിലിറ്റി, ആ മാർക്കറ്റിലോട് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞ്, അതുപോലെ സൈറ്റിന് അടുക്കി സ്പേസ് ഉള്ളത്, എല്ലാ രീതിയിലുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അടുക്കി സ്പേസ് ഉള്ളത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഒരു ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? റോ മെറ്റീരിയൽ പെട്ടെന്ന് കിട്ടുക, പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് എത്തിച്ചു കൊടുക്കാൻ പറ്റുക, മാർക്കറ്റ് അടുത്ത്, പിന്നെ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി, നമ്മുടെ എല്ലാ റിസോഴ്സസും അല്ലെങ്കിൽ എല്ലാ ഇൻറ്റഗ്രേഷൻ ഉണ്ടാവുന്നത്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ട്രേറ്റ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കുറച്ച്, അതുപോലെ ബാക്കി പ്രൊഡക്ഷൻ സൈറ്റിന് വേണ്ടിയിട്ടുള്ള അഡ്വക്കേറ്റ് സ്പേസ് ഉള്ളൊരു ലൊക്കേഷൻ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലൊക്കേഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ ലൊക്കേഷൻ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം, അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഉള്ളത് നമ്മുടെ SSIയുടെ രജിസ്ട്രേഷനാണ്. ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കും രജിസ്ട്രേഷൻ വേണം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള രജിസ്ട്രേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ. പ്രൊവിഷണൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് തന്നെ ആദ്യം ഉണ്ടാവും, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, പിന്നെ പെർമനൻറ്റ് സർട്ടിഫിക്കറ്റ്, അല്ലേ, അല്ലെങ്കിൽ ഫൈനൽ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്. സോ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന രജിസ്ട്രേഷനാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ. അപ്പോൾ അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. ആർക്ക്? താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വിത്ത് എ ഫീ എമൗണ്ട് വി ഷുഡ് സബ്മിറ്റ്. ദിസ് വിൽ ബി വാലിഡ്, then we will get a provisional certificate and this will be valid for 1 year and which need to be renewed by 2 or 3 years in 6 months extension. നമ്മൾ 6 months extensionൽ ഒരു 2 or 3 years ആകുമ്പോൾ പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ 3ാമത്തെ വർഷം ഇത് തീരും. ഇപ്പം നമ്മുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റൊക്കെ 6 മാസമേ വാലിഡിറ്റി ഉള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എത്രയാണ്? 3 വർഷമാണ്. 1 വർഷത്തേക്കാണ് ആദ്യം കിട്ടുക, പിന്നെ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക 6 months വാലിഡിറ്റി വെച്ചിട്ട്, എക്സ്റ്റൻഷൻ വെച്ചിട്ട്, എന്നിട്ട് ഒരു 3 വർഷം ആകുമ്പോൾ അത് ക്യാൻസൽഡ് ആയി പോകും, അല്ലെങ്കിൽ അത് ലാപ്സ് ആകും. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, അല്ല പ്രൊഫഷണൽ രജിസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ കിട്ടാൻ, അല്ലെങ്കിൽ ഫിനാൻസ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ, സ്റ്റാറ്റുറ്ററി കുറേ ലൈസൻസ് വേണ്ടി വരും പല ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസിൽ നിന്ന്, ഒരു ക്ലിയറൻസസും വേണ്ടി വരും. അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ SSI ആദ്യം പ്രൊവിഷണലി രജിസ്റ്റർ ചെയ്യണം. അത് താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വിത്ത് എ ഫീ എമൗണ്ട് പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും, വിച്ച് ഇസ് വാലിഡ് ഫോർ 1 year and which need to be renewed in the 2 or 3 years and it get lapsed by the 3 year itself. This is used for getting power connection, finance arrangement, then statutory license and clearances ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കിട്ടുന്ന ഒരു രജിസ്ട്രേഷനാണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. അപ്പോൾ 3 വർഷമാകുമ്പോൾ ഇത് ലാപ്സ് ആവും. അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ. സോ ദിസ് വിൽ ബി ഇഷ്യൂഡ് ബൈ അപ്ലൈ. നമ്മൾ ഒരു ഓൺടർപ്രണർ പെർമനൻറ്റ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ ആരെപ്പോലെ നമ്മൾ താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസിലേക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് വിത്ത് എ ഫീ, അതേപോലെ തന്നെ നമ്മൾ ജനറൽ മാനേജർ ഓഫ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സിലേക്കായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടതും. അത് ഇഷ്യൂ ചെയ്യുന്നത് ഇവർ തന്നെയാണ്, ജനറൽ മാനേജർ ഓഫ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് ആയിരിക്കും. അങ്ങനെ നമുക്ക് പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടും. അപ്പം ആദ്യം പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്യുക, 3 വർഷം ആകുമ്പോൾ അത് ലാപ്സ് ആകുമ്പോഴേക്കും നമ്മൾ പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടി പഴയ പോലെ തന്നെ താലൂക്ക് താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസിലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്കത് ഇഷ്യൂ ചെയ്ത് ജനറൽ മാനേജർ ഓഫ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് തരുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് SSI കംപ്ലീറ്റ് ആവുന്നത്. ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് പല ഗുണങ്ങളുണ്ട്. നമ്മൾ ആദ്യം പ്രൊവിഷണൽ രജിസ്ട്രേഷൻ പറഞ്ഞു, എന്തിനാ? പവർ സപ്ലൈ കിട്ടാൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ, അതുപോലെ സ്റ്റാറ്റുറ്ററി ലൈസൻസും അതുപോലെ ക്ലിയറൻസസും ഒക്കെ കിട്ടാൻ വേണ്ടി. ചിലപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തന്നെ സ്ഥലങ്ങൾ, പ്ലോട്ടൊക്കെ ആവശ്യം വരും, ഷെഡ്സും പ്ലോട്ടും ഒക്കെ. അപ്പോൾ അതെല്ലാം കിട്ടാനും റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രൊവിഷണൽ. എന്നാൽ ഈ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് പല യൂസുകളും ഉണ്ട്. ലൈക്ക് ഇറ്റ് ക്യാൻ ഹെൽപ്പ് അസ് ടു
receive the subsidies and incentives. Subsidies, incentives ഒക്കെ കിട്ടാൻ വേണ്ടി this helps us. Then for the getting the exemption on sales tax. സെയിൽസ് ടാക്സ് എക്സംഷന് വേണ്ടി, ബാങ്ക് ഫിനാൻസ് അവൈലബിലിറ്റിക്ക് വേണ്ടി, വേറെ രീതിയിലുള്ള ഫിനാൻഷ്യൽ എയ്ഡ് സപ്പോർട്ടിന് വേണ്ടി, ദെൻ ഒബ്റ്റെയിനിങ് ലൈസൻസസ് ആൻഡ് ക്ലിയറൻസസ്, ആൻഡ് ഓൾസോ ടു ഗെറ്റ് എക്സംഷൻ ഫ്രം ദ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി or the power cuts and the high electricity tariff. പവർ കട്ട്സ്, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, താരിഫ്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമുണ്ട്. പല രീതിയിലുള്ള സബ്സിഡീസിനും പല രീതിയിലുള്ള ക്ലിയറൻസസിനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺസെഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ബാങ്ക് ഫിനാൻസ്, നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഫിനാൻസിന് വേണ്ടി നമ്മൾ പ്രൊവിഷണൽ മതി. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ഫണ്ട് വേണം, പിന്നെയും ബാങ്കിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ വി വോണ്ട് ടു ഗെറ്റ് ദിസ് permanent registration. If it is not getting a permanent registration, we can't claim any kind of fund from the bank. So these are the benefits of having or doing registration. ഇപ്പോൾ രജിസ്ട്രേഷനും കഴിഞ്ഞു. അപ്പം സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, എങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണോ, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം, അത് ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെയാണ് ഒരു ഐഡിയൽ ലൊക്കേഷൻ, അതുപോലെ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു, പ്രൊവിഷണൽ രജിസ്ട്രേഷൻ, അതുപോലെ പെർമനൻറ്റ് രജിസ്ട്രേഷനും പറഞ്ഞു. ഇനി ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി? ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്നതായിരിക്കും അല്ലേ, ചെറുതായിട്ട് തുടങ്ങുന്ന. അപ്പോൾ അങ്ങനെ തുടങ്ങുന്നിടത്ത് അഡ്യൂക്കേറ്റ് മാനേജറൽ സ്കിൽസ് ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും ഒരു ചെറിയ ആൾ ഒരു പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആവാം. അപ്പോൾ അയാൾക്ക് ഓണർഷിപ്പും മാനേജറൊക്കെ അയാൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മാനേജറൽ സ്കിൽസ് പ്രോപ്പർലി ഉണ്ടാവണമെന്നില്ല. So it will sometimes lead to failure of the business itself. Sometimes he will not be having enough knowledge. Technical know-how ഉണ്ടാവണമെന്നില്ല. പ്രൊഡക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും അറിയണമെന്നില്ല. പിന്നെ ട്രെയിനിങ് പ്രോപ്പർലി കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും അയാൾ ഫോളോ ചെയ്യുന്നത്. അക്കൗണ്ടിങ് പ്രോപ്പർലി അറിയാത്ത ഒരാൾ, ഇപ്പോൾ BCom BBA കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ അക്കൗണ്ടിങ് ഒക്കെ അറിയാം, അതിന് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ് സ്മോൾ സ്കെയിൽ യൂണിറ്റ് റൺ ചെയ്യുന്നത്. സോ ഹി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ അക്കൗണ്ടിങ് ഒന്നും അറിയുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം പ്രശ്നങ്ങളാകാം. പിന്നെ ലാർജ് സ്കെയിൽ യൂണിറ്റിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും, കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്. അതേപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ഓർഗനൈസ്ഡ് മാർക്കറ്റിംഗ്, എന്തൊക്കെ മാർക്കറ്റിംഗ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം അതൊന്നും അറിവുണ്ടാവണമെന്നില്ല. ക്യാപിറ്റൽ ആവശ്യത്തിന് അവൈലബിൾ ആവണമെന്നില്ല. അതേപോലെ എക്സ്റ്റേണൽ ഫിനാൻസ് കിട്ടണമെന്നില്ല. ഇൻഎഡ്യൂക്കേറ്റ് എസ്റ്റിമേറ്റ്സ്, നമ്മൾ ബഡ്ജറ്റൊക്കെ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് എസ്റ്റിമേറ്റ് ഇടാൻ പറ്റത്തുള്ളൂ, ഇത്രത്തോളമാണ് നമുക്ക് ചിലവ് വരെ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ അതൊന്നും ചിലപ്പോൾ നമ്മുടെ കറക്റ്റ് ആവണമെന്നില്ല, ആസ് വി ഡു നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് നോളജ് റിഗാർഡിങ് ദ അക്കൗണ്ടിങ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാഷ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ക്യാഷ് റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ഒക്കെ തെറ്റാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒരിക്കലും പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനോ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു എക്സ്റ്റേണൽ ഫിനാൻസ് സപ്പോർട്ട് കിട്ടാനോ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. സോ ദീസ് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് അങ്ങനെയുള്ള പല പ്രോബ്ലംസും ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇതിന് എന്തൊക്കെ നമുക്ക് റെമഡീസ് എടുക്കാം, എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാം? ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യാം. പുതിയ ഉള്ള ന്യൂ മെത്തേഡ്സ് എന്തൊക്കെയാണ് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അറിയാത്താണെങ്കിൽ നമ്മൾ ഹയർ ചെയ്തെടുക്കാം ടെക്നിക്സ് ഓർ ടെക്നോളജി. ദെൻ മോഡേണൈസേഷൻ, പഴയ ഓബ്സലൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ വിട്ടിട്ട് പുതിയ മോഡേണൈസ്ഡ് മെഷീൻസും പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാം. ദെൻ ഗുഡ് റോ മെറ്റീരിയൽസ്, നല്ല റോ മെറ്റീരിയൽസ് ആണ് നല്ല റെഗുലറായിട്ട് റീസണബിൾ റേറ്റ് കിട്ടുന്നതാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും. സോ ഓൾവേസ് ബെറ്റർ ഗെറ്റ് ദ ഗുഡ് റോ മെറ്റീരിയൽസ്. അതേപോലെ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഓൺ ക്രെഡിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ ആണെങ്കിലും ക്രെഡിറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ലോണൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക അറ്റ് ലോ റേറ്റ്സ്. അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ എഫിഷ്യൻറ്റ് മാർക്കറ്റിംഗ് പ്രോപ്പർ ആക്കുക. പ്രൊവിഷൻ ഓഫ് ചീപ്പ് ഇലക്ട്രിസിറ്റി. ഈ ജപ്പാൻ, സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ കൺട്രീസിലൊക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വളരെയധികം സക്സസ് ആകാറുണ്ട്. ബിക്കോസ് ദർ ഇസ് ലോ ഓർ ചീപ്പ് റേറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. അവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്ന വളരെ ചീപ്പ് റേറ്റില്ല, കൺസെഷണൽ റേറ്റില്ല. അങ്ങനെയൊക്കെ നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ദെൻ റിസർവേഷൻ സ്പിയേഴ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സ്പെഷ്യൽ ആയിട്ടുള്ള റിസർവേഷൻ സ്പിയേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഇറ്റ് വുഡ് ബി വെരി ബെറ്റർ. ദെൻ ടാക്സ് കൺസൾട്ടൻസി,
ടാക്സ് മാറ്റേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഓൺടർപ്രണേഴ്സ് കുറച്ചുകൂടെ ഫെമിലറൈസ്ഡ് ആവുക, അവരൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, എത്രയൊക്കെ റേറ്റിനാണ് നമുക്ക് സബ്സിഡീസ് കിട്ടുക, അല്ലെങ്കിൽ ടാക്സിൽ എക്സംഷൻ കിട്ടുക, അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ യൂസ് ഓഫ് സർവീസ് ഓഫ് എക്സ്പേർട്സിൻ്റെ നോളജ് ഉപയോഗിക്കുക. ടാക്സ് കൺസൾട്ടൻസിൻ്റെ അടുത്തുനിന്നോ CA-കാരുടെ അടുത്തുനിന്നോ സപ്ലയേഴ്സിൽ നിന്നോ ബാങ്കേഴ്സിൽ നിന്നോ ഒക്കെ നമുക്ക് അസിസ്റ്റൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയൊക്കെ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റും. സോ ദീസ് ആർ ദ സജഷൻസ് to overcome the problems faced by the small scale industries. Okay, so with this our fourth module will be completed. So ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഫസ്റ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണെന്ന് പറഞ്ഞു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തന്നെ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ദേ ആർ ദ ലൈഫ് ലൈൻ ഓഫ് എൻ എക്കോണമി ബിക്കോസ് അവേഴ്സ് ഇസ് എ ലേബർ ഇൻറ്റൻസീവ് കൺട്രി. ദെൻ about ancillary unit, tiny unit, export oriented unit, then the classification. രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ SSIയിൽ തന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ 5 എണ്ണം ഉണ്ടായിരുന്നു, സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ 4 എണ്ണം പറഞ്ഞു. ദെൻ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SSI, മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തു. ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് പറഞ്ഞു. പിന്നെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിൽ തന്നെ ലൊക്കേഷൻ ഓഫ് സൈറ്റിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, ആൻഡ് വാട്ട് ഇസ് ദ ബെസ്റ്റ് ലൊക്കേഷൻ, വിച്ച് വിൽ ബി ദ ബെസ്റ്റ് ലൊക്കേഷൻ. പിന്നെ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യും, 2 രജിസ്ട്രേഷൻ പറഞ്ഞു, പ്രൊവിഷണൽ ആൻഡ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ. പിന്നെയുള്ളത് വാട്ട് ആർ ദ ബെനിഫിറ്റ്, ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രൊവിഷണൽ ചെയ്തുകൊണ്ടും അതുപോലെ ഫൈനൽ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളും, അതേപോലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് SSI ഫേസ് ചെയ്യുന്നത്, അതിനുള്ള എന്തെല്ലാം റെമഡീസാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് സെക്കൻഡ് പാർട്ടായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. സോ ഇത് നിങ്ങൾ കേട്ട് നോക്കുക. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് ലെങ്തിയാണ്, പക്ഷെ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് ക്ലാസ് എടുത്തത്. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും പോർഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഐ ക്യാൻ ക്ലിയർ ഇറ്റ്. ഇതോടെ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളും കംപ്ലീറ്റ് ആവുകയാണ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ മെസ്സേജ് മീ ഓർ ആസ്ക് ഇൻ ദ ഗ്രൂപ്പ് ഓർ കമൻറ്റ് ഹിയർ. ഐ ക്യാൻ ഹെൽപ്പ്. Okay, so that's all for the day. Thank you.